ക്യാൻസർ ചികിത്സാ രംഗത്തുണ്ടായ വലിയ മുന്നേറ്റങ്ങളിലൊന്നാണ് ലിംബ് സാൽവേജ് സർജറി. ഇതേപ്പറ്റി സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് മലബാർ ക്യാൻസർ സെന്ററിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ പ്രശാന്താണ്. സർ, എന്താണ് ഈ ലിംബ് സാൽവേജ് സർജറി? ഒന്ന് വിശദമാക്കാമോ? ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ഈ സാർക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് വലുതാവുക, അത് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുക, പിന്നെ അതിൽ തന്നെ ചില ടൈപ്പുകൾ കീമോതെറാപ്പി പോലുള്ള ചികിത്സകളോട് വലിയ റെസിസ്റ്റൻസ് കാണിക്കുന്ന ചില സ്വഭാവം കാണിക്കാറുണ്ട്. കൈകാലുകളെ ബാധിക്കുന്ന ക്യാൻസേഴ്സിൽ തൊലിയെ ബാധിക്കുന്ന ക്യാൻസേഴ്സ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സാർക്കോമാസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ പേശി, രക്തക്കുഴൽ, നാഡീവ്യൂഹം എന്നിവ ബാധിക്കുന്ന സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ, അതുകൂടാതെ എല്ലിനെ ബാധിക്കുന്ന ബോൺ സാർക്കോമാസ്. ഈ ബോൺ സാർക്കോമാസിൻ്റെ കൂട്ടത്തിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ചെറുപ്പക്കാരിലും അതുപോലെ ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിലും കാണുന്ന ഓസ്റ്റിയോസാർക്കോമ, പിന്നെ എവിങ് സാർക്കോമ, പിന്നെ അതുപോലെ കോൺട്രോസാർക്കോമ, പിന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പടർന്ന് എല്ലിനെ ബാധിക്കുന്ന മെറ്റസ്റ്റാറ്റിക് ബോൺ ക്യാൻസർ. ഇതൊക്കെയാണ് എല്ലിനെ ബാധിക്കുന്ന കൂട്ടത്തിലുള്ളത്. ഇത്തരം ക്യാൻസേഴ്സിന് മുൻകാലങ്ങളിലൊക്കെ ആ അസുഖം ബാധിച്ച കൈ അഥവാ കാല് നീക്കം ചെയ്യുന്ന ടൈപ്പ് ചികിത്സയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു ട്രെൻഡ് മാറിയിട്ട് ഇപ്പോൾ ആ കൈ അഥവാ കാല് നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചികിത്സ ലിംബ് പ്രിസർവിങ് സർജറി, ലിംബ് സാൽവേജ് സർജറീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലിലേക്കോ അല്ലെങ്കിൽ കൈയിലേക്കോ ഉള്ള വലിയ രക്തക്കുഴലുകൾ, വലിയ നാഡികൾ തുടങ്ങിയ സംഗതികളെല്ലാം ശ്രദ്ധാപൂർവം നമ്മൾ പ്രിസർവ് ചെയ്തുകൊണ്ട് ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഈ ശസ്ത്രക്രിയയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം ആവശ്യമായ രീതിയിൽ ഒരു പുനർനിർമ്മാണം കൂടെ നമുക്ക് ഈ കേസുകളിൽ വേണ്ടി വരാറുണ്ട്. ലിംബ് സാൽവേജ് സർജറിയുടെ സാധ്യതകളെ പറ്റി ഒന്ന് വിശദമാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ടൈപ്പ് ട്യൂമേഴ്സാണ് നമുക്ക് ഈ സാർക്കോമ എന്ന് പറയുന്നതിലുള്ളത്. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ, അത് നമ്മുടെ പേശികളെ, നാഡി അല്ലെങ്കിൽ രക്തക്കുഴലുകളിലേക്ക് ബാധിക്കുന്ന ടൈപ്പ് ഒരു പ്രശ്നം. പിന്നെയുള്ളത് ബോൺ സാർക്കോമാസ്. സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമയിൽ നമ്മൾ ഈ ട്യൂമറും അതിനോട് ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂ ഒരു സേഫ് മാർജിനോട് കൂടിയിട്ട് ആ ട്യൂമർ അടക്കം നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ചികിത്സ. അതിനുശേഷം ഒരു നിശ്ചിത ഗ്രേഡ് സൈസിനപ്പുറത്തോട്ട് വളർന്നിട്ടുള്ള ട്യൂമേഴ്സിന് നമ്മൾ റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും കൂടെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ബോൺ സാർക്കോമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള നേരത്തെ പറഞ്ഞ ആ ടൈപ്പുകളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ജോയിൻറ്റിന് അല്ലെങ്കിൽ സന്ധികളുടെ അടുത്തുള്ള എല്ലിലാണ്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എല്ല് വളർച്ചയ്ക്കൊക്കെ വിധേയമാകുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ഈ ട്യൂമേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവ നീക്കം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സന്ധി കൂടെ നീക്കം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു മെറ്റൽ പ്രോസ്തസിസ്, ഈ ജോയിൻ്റ് അടക്കമുള്ള ഒരു മെറ്റൽ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുനർനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റീകൺസ്ട്രക്റ്റീവ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ചികിത്സയുടെ കമ്പോണൻസിനെ പറ്റി ഒന്ന് വിശദമാക്കാമോ? ഇതിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റിസെക്ഷൻ, ഒരു സേഫ് മാർജിനോട് കൂടിയിട്ടുള്ള റിസെക്ഷൻ, അതിനുശേഷമുള്ള പുനർനിർമ്മാണം, ഇത് രണ്ടുമാണ് സർജറിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ റീകൺസ്ട്രക്ഷന് നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ രോഗിയുടെ എല്ലിനും ഒരു സൈസൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് കസ്റ്റം മെയ്ഡ് പ്രോസസ്സസ് ഓർഡർ ചെയ്ത് നമ്മുടെ സർജറിയുടെ സമയത്തേക്ക് നമുക്ക് വരുത്തി ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ എല്ലിൻ്റെ സൈസിനും ട്യൂമറിൻ്റെ നമ്മൾ റിസെക്റ്റ് ചെയ്യുന്ന ആ ട്യൂമറിൻ്റെ ഒരു വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് യഥാക്രമം രൂപം അല്ലെങ്കിൽ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മോഡുലാർ പ്രോസസ്സസും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വളരെ ചെറിയ കുട്ടികളിലാണ് ഈ സർജറി വേണ്ടി വരുന്നതെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ വരും വർഷങ്ങളിൽ എല്ലിൻ്റെ നീളം കൂടാനും ഒക്കെ വളർച്ചയുടെ ഭാഗമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് നമുക്ക് എക്സ്പാൻഡബിൾ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. ഈ എക്സ്പാൻഡബിൾ പ്രോസസ്സിന് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്കത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, മാഗ്നറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. ഇനി ഈ മെറ്റൽ പ്രോസസ്സ് കൂടാതെ നമുക്കിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ജോയിൻ്റ് അടക്കമാണ് നമ്മൾ നീക്കം ചെയ്യാന്ന് പറഞ്ഞു. എല്ലാ കേസുകളിലും നമുക്ക് ജോയിൻ്റ് നീക്കം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ജോയിൻ്റ് സേവ് ചെയ്യാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളുണ്ട്, കുറച്ച് മാറിയിരിക്കുന്ന അവസരങ്ങളിലൊക്കെ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ രോഗിയുടെ തന്നെ എല്ല് നമുക്ക് ട്യൂമർ നീക്കം ചെയ്തതിന് ശേഷം ട്യൂമറെല്ലാം എടുത്തു കളഞ്ഞ് ഈ എല്ല് നമുക്ക് റേഡിയോതെറാപ്പി അതല്ലെങ്കിൽ ക്രയോതെറാപ്പി, ലിക്വിഡ് നൈട്രജൻ മെക്കാനിസംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തിട്ട് ഇതേ എല്ല് തന്നെ രോഗിയുടെ ശരീരത്തിൽ ഓട്ടോഗ്രാഫ്റ്റായിട്ട് റീഇംപ്ലാന്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ പ്ലേറ്റിംഗ്, സ്ക്രൂയിങ് ഒക്കെ വെച്ചിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇടുപ്പെല്ലിനെ ബാധിക്കുന്ന ട്യൂമേഴ്സാണ്. നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അറൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടുള്ള ഇടുപ്പെല്ലിനെ ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ
നമ്മൾ കാല് നിലനിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻറ്റേർണൽ ഹെമിപെൽവെക്ടമി എന്നാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ എടുത്തു മാറ്റുന്ന എല്ലിൻ്റെ വലിപ്പം ഓരോ ആളുകളിലും ചിലപ്പോൾ വ്യത്യാസപ്പെടാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രത്യേകമായി 3D പ്രിൻറ്റിംഗ് വഴിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ എസ്പെഷ്യലി നമുക്ക് ഈ കുട്ടികളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ കാണുന്ന ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് പലപ്പോഴും ശ്വാസകോശത്തിലൊക്കെ അസുഖം പടർന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതെല്ലാം കീമോതെറാപ്പിയോട് കുറച്ചുകൂടി നല്ല പ്രതികരണ ശേഷിയുള്ള ടൈപ്സ് ആയതുകൊണ്ട് നമുക്ക് ശ്വാസകോശത്തിലെ ട്യൂമറും കൂടെ നമുക്ക് സർജറിയുടെ സമയത്ത് നീക്കം ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് നമുക്ക് ഒരു ഭാഗം രക്തക്കുഴലിൻ്റെ ഒരു ഭാഗം, നാഡിയുടെ ഒരു ഭാഗം ഒക്കെ നീക്കം ചെയ്യേണ്ടി വരികയാണ്. അതല്ലെങ്കിൽ കുറച്ചധികം പേശിയോ തൊലിയൊക്കെ നീക്കം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഇതിനെ ഈ രക്തക്കുഴലിനെ നാഡിയൊക്കെ പുനർനിർമ്മിക്കുക. അതല്ലെങ്കിൽ കുറച്ച് സമീപത്തു നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ പേശി ഫ്ലാപ്പായി കൊണ്ടുവന്നിട്ട് അതിനെ പുനർനിർമ്മിക്കേണ്ടിയൊക്കെ സാഹചര്യങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റ് ചികിത്സാ രീതികൾ കൂടെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ എപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക കേസുകളും സർജറി മാത്രമല്ല. സർജറി ആണ് പലപ്പോഴും മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ECRT ബയോളജിക്കൽ റീകൺസ്ട്രക്ഷന് വേണ്ടി ചിലപ്പം ECRT എന്ന് പറയുന്ന റേഡിയോതെറാപ്പി ടെക്നിക്ക് വേണ്ടി വരാറുണ്ട്. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമയുടെ കേസുകളിൽ നമുക്ക് ഇതിനെ നീക്കം ചെയ്തതിന് ശേഷം റേഡിയോതെറാപ്പി കൊടുത്ത് പിന്നീട് വരാനുള്ള സാധ്യത കൂടുതൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ചില ടൈപ്പുകളിൽ എസ്പെഷ്യലി ഓസ്റ്റിയോസാർക്കോമ, എവിങ് സാർക്കോമ, ചില ഹയർ ഗ്രേഡ്സ് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ, ഇതിലെല്ലാം നമുക്ക് കീമോതെറാപ്പിക്ക് വലിയ റോളുണ്ട്. ഇതാണ് നമ്മുടെ ചികിത്സയുടെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമായിട്ട് പിന്നെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തെടുക്കാനും ക്യൂർ തന്നെ അച്ചീവ് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഫോളോ അപ്പ് തന്നെ 100 കണക്കിന് ആൾക്കാർ ഈ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമയും ബോൺ സാർക്കോമയും ബാധിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വഴി ക്യൂറായിട്ട് ഇപ്പോൾ നമ്മുടെ ഫോളോ അപ്പിലുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് വലുതാവുന്ന മുഴ, അല്ലെങ്കിൽ വളരെ അടുത്ത സമയത്ത് രൂപപ്പെട്ട് പെട്ടെന്ന് വലുതാവുന്ന മുഴ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ബോൺ പെയിൻ, ഇതൊക്കെ മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാത്ത ബോൺ പെയിൻ, ഇതൊക്കെ നമ്മൾ അവഗണിച്ച് കുറേ കാലം വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ നമ്മൾ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിലേക്കും പിന്നെ അതിനുശേഷം മോശം റിസൾട്ട് ഉണ്ടാവുന്നതിലേക്കും നയിച്ചേക്കാം.